ഈ അടുത്ത നാളുകളിൽ ഇന്ത്യയെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ്. നിങ്ങളിങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇവിടെ ഒരു ദൈവദാസൻ ഇരിപ്പുണ്ട്. ഒരു ദൈവദാസൻ. ഈ ദൈവദാസനെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതുണ്ട, നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ. കണ്ടാൽ നല്ല ഒരു സുന്ദര കുട്ടപ്പൻ, 45 വയസ്സ്, വേദ പണ്ഡിതൻ, വേദശാസ്ത്രജ്ഞൻ. എൻ്റെ പ്രായം കേട്ടോ, ഞങ്ങൾ രണ്ടും ഒരു പ്രായമാണ്. ഒരു വേദശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം ഈ ചില നാളുകൾക്ക് മുമ്പ് മാർച്ച് 25 ഇദ്ദേഹം ഒരു വണ്ടി ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. ബൈക്ക് ആക്സിഡൻറ്റ്. അപ്പം ഇദ്ദേഹം ഈ ഖുറാനൊക്കെ നന്നായിട്ട് പഠിച്ചൊരു വ്യക്തിയാണ്. ഖുറാൻ, അതുപോലെ ഇസ്ലാം മതങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഇദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നെ ചില ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, സാജി ബ്രദറെ, താങ്കൾ വീഡിയോ ചെയ്യണം. ഇദ്ദേഹത്തെ കൊന്നത് ഇസ്ലാമിക് മത തീവ്രവാദികളാണെന്ന് പറഞ്ഞു. എന്നോട് ചില ആളുകൾ വിളിച്ച് പറയാം, ഇദ്ദേഹത്തെ കൊന്നത് ഇസ്ലാമിക് മത തീവ്രവാദികളാണ്. അപ്പോൾ ചില ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, സാജി ബ്രദറെ, ഇദ്ദേഹത്തെ കൊന്നത് ഈ തീവ്ര ഹിന്ദുത്വം ഉള്ള ആളുകളാണ്. ആന്ധ്രാപ്രദേശുകാരനാണ് ഇദ്ദേഹം. തീവ്ര ഹിന്ദുത്വം ഉള്ള ആളുകളാണെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ദൈവത്തിൻ്റെ സഹായം എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും വീഡിയോ ചെയ്തില്ല. അല്ലെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി അത് പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക് മത തീവ്രവാദികളോട് വലിയ ഒരു എതിർപ്പുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് മത തീവ്രവാദികളോട് അവർക്കെതിരെ ശക്തമായി വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ഈ വിഷയം ചെയ്തില്ല. പക്ഷേ ഓരോ വ്യക്തികളും മനസ്സിലാക്കണം, ഇന്ത്യയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ തിരിച്ചറിയണം. ഈ പാസ്റ്ററുടെ ശവോടക്ക്, അതായത് ശവസംസ്കാര ശുശ്രൂഷയിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തു. ആന്ധ്രാപ്രദേശിൽ വലിയ റാലി സംഘടിപ്പിച്ചു. ക്രിസ്ത്യൻ മത ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വലിയ കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വീഡിയോ ചെയ്തു. ക്രിസ്ത്യൻ സമൂഹം ഭാരതത്തിൽ സുരക്ഷിതരല്ല. ദേ കണ്ടോ, പാസ്റ്റർ പ്രവീൺ എന്ന് പറയുന്ന ഇദ്ദേഹം കൊല്ലപ്പെട്ടു. പാസ്റ്റർ പ്രവീൺ പഗാഡാല, അദ്ദേഹത്തിൻ്റെ പേരാണ് പഗാഡാല. അതുകൊണ്ട് ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ, ക്രൈസ്തവ സമൂഹങ്ങൾക്കെതിരെ വലിയ ആക്രമണങ്ങളാണ് നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമുണ്ടായി. നിങ്ങൾക്കറിയാമോ ഇദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്ന്? കേൾക്കണം, ഭയങ്കര രസമാണ്. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത് വലിയ വണ്ടിയിൽ റാലി സംഘടിപ്പിച്ച് റോഡ് ബ്ലോക്ക് ചെയ്ത് അതുപോലെ യാത്രാ സൗകര്യങ്ങൾ തടസ്സപ്പെടുത്തിയാണ് ഇദ്ദേഹത്തെ കൊണ്ടേ അടക്കിയത്. പക്ഷെ സംഭവിച്ചെന്നാ, ഇദ്ദേഹം കള്ളു കുടിച്ചിട്ട് വണ്ടി ഇടിച്ച് ചത്തുപോയതാണ്. വല്ലതും പിടികിട്ടിയോ? അതും പറയാം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പല വീഡിയോകളും കണ്ടു. ഒരു സ്നേഹിതൻ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ വീഡിയോ ചെയ്തു. നിങ്ങൾക്കറിയാവോ, ഈ പ്രവീൺ പഗാഡാല എന്ന് പറയുന്ന ഇദ്ദേഹം ഈ ആന്ധ്രാപ്രദേശിൽ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനാണ്. വേദ പണ്ഡിതനാണ്, വേദശാസ്ത്രജ്ഞനാണ്. ഇസ്ലാമിക് മത
ങ്ങളുമായിട്ടുള്ള ഡിബേറ്റിൽ ഏർപ്പെടുന്ന ആളാണ്. അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണം അക്ഷരാർത്ഥത്തിൽ അവിടെ ഞെട്ടിപ്പിച്ചു. പക്ഷേ സത്യം എന്താ? ഇദ്ദേഹം നല്ല ഒന്നാം തരനൊരു മദ്യപാനിയായിരുന്നു. ഇതാണ് സംഭവം. ഇനി പറയാം. ഈ പാസ്റ്റർ പ്രവീണിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ DGPക്ക് നേരിട്ട് പരാതി കൊടുക്കുകയും മുഖ്യമന്ത്രി ലെവലിൽ പരാതി കൊടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ആന്ധ്ര പോലീസ് ഓൺ ഫ്രൈഡേ April 11 confirmed that a Christian preacher, Pastor Praveen Pagodala, died on accident caused by drunk driving. അതായത് മദ്യപിച്ച് വാഹനം ഓടിച്ചാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. ഇനി ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചൊരു സംഭവമുണ്ട്. ഒരു ദിവസം 3 മദ്യഷാപ്പിലാണ് അദ്ദേഹം കയറിയത്. ഞാൻ വളരെ അവകാശം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു ദിവസം 3 മദ്യഷാപ്പിൽ അദ്ദേഹം കയറി, ബീവറേജിൽ. ആ 3 ബീവറേജിൽ കയറിയതുമായി ബന്ധപ്പെട്ട് CCTV ക്യാമറ റെക്കോർഡ്സ് ഉണ്ട്. അദ്ദേഹം ബൈക്കിൽ വരുന്നു, അവിടെ നിർത്തുന്നു, മദ്യഷാപ്പിൽ കയറുന്നു, അവിടെ നിന്ന് മദ്യം വാങ്ങിക്കുന്നു, എന്നിട്ട് ഓൺലൈനായിട്ട് പൈസ കൊടുക്കുന്നു. ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാസ്റ്റർ, ഇപ്പോൾ പാസ്റ്റർമാർ മദ്യപിക്കുകയില്ലെന്ന് ഞാൻ പറയുകയല്ല, പാസ്റ്റർമാർ മദ്യപിക്കുന്നവരുണ്ട്. വൈകുന്നേരം കിടക്കാൻ നേരത്തെ ഒരു 2 അടിച്ചിട്ട് കിടക്കുന്ന പല ആളുകളും കാണും, എനിക്കറിയില്ല. എങ്കിലും ഒരു സൂചനയാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ന്യൂജൻ സഭയിലെ ഈ പിള്ളേരൊക്കെ ബിയറൊക്കെ കഴിക്കും, ബിയർ പാർട്ടിയൊക്കെ നടത്തുന്നതൊക്കെയാണ് പറയപ്പെടുന്നത്. അവിടെ നിൽക്കട്ടെ, ഞാനതിനേക്കുള്ളൊക്കെ വരിക. ഇദ്ദേഹം 3 സ്ഥലങ്ങളിൽ നിന്ന് മദ്യം വാങ്ങിച്ചു. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് അത് പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി 3 സ്ഥലത്തുനിന്ന് മദ്യം മേടിച്ചപ്പോഴും അദ്ദേഹം പണം കൊടുക്കുന്നത് ഓൺലൈൻ പേയ്മെൻ്റാണ്. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ബിയറാണ് വാങ്ങിച്ചത്. അപ്പം എന്തായിരുന്നാലും അദ്ദേഹം, ഒരു പാസ്റ്റർ ഒരു സ്ഥലത്തുനിന്ന് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ മദ്യം കഴിച്ചിട്ട് യാത്ര ചെയ്താൽ മദ്യം കുടിച്ചതിന് ശേഷം കാറ്റടിച്ച് കഴിയുമ്പം പൂസാവും, നന്നായിട്ട് പൂസാവും. ഒരല്പം മദ്യമേ കഴിച്ചുള്ളെങ്കിൽ പോലും ആ മദ്യം കുടിച്ച് കഴിയുമ്പം, ബൈക്ക് ഓടിച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും? അത് കാറ്റടിച്ച് പെട്ടെന്ന് പൂസാവും. അപ്പോൾ ഏതാണ്ട് 70 കിലോമീറ്റർ സ്പീഡിൽ ഒരു ബൈക്ക്, അദ്ദേഹം 70 കിലോമീറ്റർ സ്പീഡിലാണ് ബൈക്ക് ഓടിച്ച് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇദ്ദേഹം മാർച്ച് 25 ഈ സംഭവം. അപ്പോൾ യെല്ലോറ റേഞ്ച് ഇൻസ്പെക്ടർ ജനറൽ GVG അശോക് കുമാർ റൂൾഡ് ഔട്ട് എനി എവിഡൻസ് ഓഫ്, അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാം കേട്ടോ. ദ പോലീസ് വെരിഫൈഡ് ഹിസ് UPI ട്രാൻസാക്ഷൻസ് വിച്ച് വാച്ച്ഡ് CCTV ഫുട്ടേജ്. അതായത് ഇദ്ദേഹം ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്ത ഇത് കണ്ടുപിടിച്ചു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു? ചായ കുടിച്ചപ്പോൾ പൈസ കൊടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ആർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്, ഓൺലൈനായിട്ട് ആർക്കൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്ന് മദ്യഷാപ്പിലാണ്. അപ്പോൾ പാസ്റ്റർമാർ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ഈ മദ്യം മേടിക്കുമ്പോൾ കാശ് കൊടുത്ത് മേടിക്കുക. ഓൺലൈൻ പേയ്മെൻ്റായിട്ട് മദ്യം മേടിച്ചു കഴിഞ്ഞാൽ സംഗതി എന്ത് സംഭവിക്കും? പിടിക്കും, മനസ്സിലാവും. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ മദ്യപാനത്തെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നു. ഗവൺമെൻറ്റാണല്ലോ മദ്യം തരുന്നത്. മദ്യം കുടിക്കരുതോ കഴിക്കരുതോ മേടിക്കരുതെന്നും പറയാൻ ഞാൻ ആളല്ല. ബൈബിൾ പ്രകാരം പറയാം മദ്യപാനം പാടില്ല.
പക്ഷേ ഒരാളുടെ മദ്യം കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞാൽ നാളെ എന്നെ വന്ന് കേരള പോലീസ് അല്ലെങ്കിൽ നിന്നോടാരാടാ നിന്നോടാരടാ പറഞ്ഞ മദ്യം കുടിക്കരുതെന്ന് പറയാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ പറയും? എടാ, ഞങ്ങളിവിടെ മദ്യം ഉണ്ടാക്കി വിറ്റ്, അല്ലെങ്കിൽ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മദ്യം ലോട്ടറി ആയിട്ടാണ് ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നീ ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ പറയും? പക്ഷേ സംഭവിച്ചെന്നാ, ഈ പ്രവീൺ പാസ്റ്റർ മദ്യം മേടിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് കൊടുത്തത്. ഇത് വളരെ ക്ലിയർ ആട്ടോ. ഇതിൻ്റെ കംപ്ലീറ്റ് CCTV ദൃശ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു പാസ്റ്ററെക്കുറിച്ച് ഞാനിങ്ങനെ പറയില്ല, എനിക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇത് കംപ്ലീറ്റ് CCTV ദൃശ്യങ്ങളുണ്ട്. ഇദ്ദേഹം 3 മദ്യഷാപ്പിൽ കയറിയത്, 3 മദ്യഷാപ്പിൽ കയറിയതും 3 മദ്യഷാപ്പിൽ നിന്ന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മദ്യം സെലക്ട് ചെയ്തെടുത്തതും ഇത് കൃത്യമായ വാർത്തയുണ്ട്. അപ്പോൾ ഇത്രയും പറയാനുള്ള കാരണം, ഇദ്ദേഹം മരണപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് ജിഹാദികളാണ് കാരണമെന്നും അതുപോലെ തീവ്ര ഹൈന്ദവ സമൂഹങ്ങളാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്നുള്ള വാർത്തകൾ പ്രചരിച്ചു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം നടക്കുന്നത്. അപ്പം നിങ്ങൾ പറയും അന്വേഷണം ഏത് രീതിയിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാം. അല്ല, കൃത്യമായ CCTV ദൃശ്യങ്ങൾ വെച്ചാണ് ഈ സംഗതി പറഞ്ഞേക്കുന്നത്. അദ്ദേഹം മദ്യഷാപ്പിലെത്തി, മദ്യം വാങ്ങിച്ചു, അതിനുശേഷം അത് ഓൺലൈനായിട്ട് പൈസ കൊടുത്തു. ഇതാണ് സംഭവം. നിങ്ങൾ കേൾക്കണം. ഇനി അടുത്തത്, the police verified his UPI transactions which matched CCTV footage. 92 witnesses were questioned and we examined over 600 CCTV recordings as part of the investigation. അപ്പോൾ അതായത് റേഞ്ച് IG പറഞ്ഞേക്കുന്നതാണ്, ഞങ്ങൾ എത്രയാണ്, അതായത് 92 വിറ്റ്നസ് വെയർ ക്വസ്റ്റ്യൻഡ്, 600-ലധികം ആൻഡ് എക്സാമിൻഡ് ഓവർ 600 CCTV, 600-ലധികം CCTV ദൃശ്യങ്ങൾ എന്ത് ചെയ്തു? ചെക്ക് ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലായത് സംഭവം ഇതാണ്, ഇദ്ദേഹം 70 കിലോമീറ്റർ സ്പീഡിലാണ് നോർമലി ഇദ്ദേഹം വണ്ടി ഓടിച്ചത്. ഇദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അവിടെ ഒരു ബൈബിൾ കോളേജ് കാര്യങ്ങൾ പണിയുന്നുണ്ട്, അങ്ങോട്ട് പോവുമായിരുന്നു. പോയ വഴിക്ക് ഇദ്ദേഹത്തിൻ്റെ മദ്യത്തിൻ്റെ ആസക്തി എന്ന് പറഞ്ഞാൽ മദ്യം കുടിച്ചു. ആ കുടിച്ചതിന് ശേഷം ഇദ്ദേഹം പൂസായി. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രവീൺ എന്ന് പറയുന്ന ഈ പാസ്റ്റർ ആന്ധ്രാപ്രദേശിലെ ഒരു പ്രശസ്തനായ അപ്പോളജിസ്റ്റ്, ഇദ്ദേഹം മദ്യപിച്ച് കള്ള് കുടിച്ച് പൂസായി വണ്ടി ഓടിച്ചാണ് ഇദ്ദേഹം മരിച്ചത്. അല്ലാതെ ഇദ്ദേഹത്തെ ഒരു ഇസ്ലാമിക് തീവ്രവാദികളോ മത തീവ്രവാദികളോ കൊന്നതല്ല. ഇദ്ദേഹത്തെ ഒരു തീവ്ര ഹൈന്ദവ ആൾ പറയുന്നു, RSS, വിശ്വഹിന്ദു പരിഷത്ത്, അതായത് മറ്റത് മറിച്ചത്, ഇവരെല്ലാം ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്നുള്ള വാർത്ത വന്നു. പലരും, നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാസ്റ്റർ ആക്രമിക്കപ്പെട്ടാൽ അപ്പോൾ തന്നെ പറയുന്നൊരു സംഭവമുണ്ട്, അവിടെ ഭയങ്കര ആക്രമണമാണ്. UP യിലും ബീഹാറിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും. ഈ കഴിഞ്ഞ ദിവസം കർണാടകത്തിലൊരു പാസ്റ്ററെ തല്ലി കൊല്ലാറാക്കി. അവിടെ ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്, തല്ലി കൊല്ലാറാക്കി. ഇത് ഇവന്മാർ കണ്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നറിയോ, ഈ പല പാസ്റ്റർമാരും തല്ലു കൊള്ളുന്നത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ പാസ്റ്റർക്ക് മദ്യപിച്ച് വണ്ടി ഓടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പൊതുവെ തിരക്കുള്ള പാസ്റ്റർമാരൊക്കെ 2 വീശും, അത് വേറെ കാര്യം. അമിതമായി ജോലി ചെയ്യുന്ന പാസ്റ്റർമാരൊക്കെ വൈകുന്നേരം 10 മണി കഴിയുമ്പോഴോ അല്ലെങ്കിൽ 11 മണി കഴിയുമ്പോൾ ഒരു 2 അടിക്കും. അത് ചിലപ്പോൾ അടിച്ചെന്ന് വരും, അടിച്ചില്ലെന്ന് വരും. അപ്പം പലരെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ തിരക്ക് കൂടുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറക്കം കിട്ടണം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല. ഞാൻ പച്ചയായ യാഥാർത്ഥ്യം, നഗ്നമായ സത്യം, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്നോട് ചൂടായിട്ടൊന്നും കാര്യമില്ല, എന്നെ പേടിപ്പിക്കാനും പറഞ്ഞ കാര്യം, ഞാനുള്ള കാര്യം പറഞ്ഞത്. ഇപ്പം പൊതുവെ
ഈ സീനിയറായിട്ട് ഈ പ്രശസ്തന്മാരായി നിൽക്കുന്ന പാസ്റ്റേഴ്സൊക്കെ രണ്ടെണ്ണം വീശുന്നവരാണെന്നാണ് പൊതുവേ ഉള്ള അറിവ്. പ്രത്യേകിച്ച് ഈ പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന പാസ്റ്റർമാർക്കൊക്കെ ഈ പ്ലെയിനിൽ തന്നെ മദ്യം കിട്ടുന്ന സംവിധാനമൊക്കെ ഉണ്ട്. അവർ ഈ മറ്റേ എന്നാ പറയുന്നത്, VIP ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഇരുന്നാണ് യാത്ര ചെയ്യുന്നത്, ബിസിനസ് ക്ലാസ്. അതുമാത്രമല്ല എയർപോർട്ടിൽ മദ്യം കിട്ടും, പക്ഷേ മേടിക്കാൻ നല്ല കാശാവും. ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിൽ ചെന്ന് ഈ പ്ലെയിനിൽ കയറാൻ ഇരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പം അവിടെ ഒരു മദ്യശാല, നല്ല ഒന്നാം തരം മദ്യമൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പം മദ്യത്തിൻ്റെ പേരൊക്കെ അറിയാമോ എന്നാന്ന്? ഒരുപാട് മദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ നിരന്നിരിക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ പേരൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ന്യൂജൻ പാസ്റ്റർമാർക്കും പ്രശസ്തന്മാരായ പാസ്റ്റർമാർക്കും ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപയല്ലേ? ഇവർ കള്ളു കുടിച്ചും പെണ്ണ് പിടിച്ചും അല്ലാതെ പിന്നെ എങ്ങനെയാണ് തീർക്കുന്നത്? എങ്ങനെയാണ്? അതും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു. കള്ളു കുടിച്ചും പെണ്ണ് പിടിച്ചും അല്ലാതെ പിന്നെ എങ്ങനെയാണ് തീർക്കുന്ന പറ? ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ എന്നെ കുറേ പേര് വിളിക്കും, എന്നാലും സാജു ബ്രദർ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയും. ഞാനീ പറയുന്ന പച്ചയായ യാഥാർത്ഥ്യം, നഗ്നമായ സത്യം, ഉള്ളത് കാര്യം ഉള്ളതുപോലെ പറയുകയാണ്. ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു കുറ്റി, അമേരിക്കയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കുറ്റി, ഗൾഫിൽ ചെല്ലുമ്പോൾ അവിടെ വേറൊരു കുറ്റി. ഇതെല്ലാത്തിനും മിക്കവർക്കും തന്നെ ഉണ്ട്. കള്ളുകുടി, പെണ്ണുപിടി, ഇത് രണ്ടും ഒരു വലിയ ഹോബിയാക്കി മാറ്റിയിരിക്കുകയാണ്. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നെന്നറിയോ, ഇദ്ദേഹത്തിന് ഈ പകല് മദ്യപിച്ച് വണ്ടി ഓടിക്കേണ്ട ആവശ്യമുണ്ടോ ഈ പ്രവീൺ പാസ്റ്റർക്ക്? ഇദ്ദേഹത്തിന് വൈകുന്നേരം ഒരു 2 വിട്ടിട്ട് വല്ലയിടത്തും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയാൽ പോരെ. ഇനി അതാ പ്രശ്നം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം കുടുംബജീവിതത്തിലെ താളപ്പിഴകളാണ്. മനസ്സിലായോ? നമ്മൾ ഈ പല പാസ്റ്റർമാരും കുടുംബജീവിതം, നമ്മുടെ കുടുംബജീവിതം നന്നാക്കാൻ വരുമ്പോൾ ഇവരുടെ കുടുംബജീവിതമൊക്കെ പരാജയത്തിലാണ് ശരിക്കും. ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി ചോദിക്കുന്നു, ഭാര്യയും ഭർത്താവും ഐക്യതയോടെ നിൽക്കുന്ന എത്ര പാസ്റ്റേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? എനിക്കറിയാം, കേരളത്തിലെ ഒരു പാസ്റ്റർ എല്ലാ ദിവസവും പെണ്ണുമ്പിള്ളിനെ കുനിച്ചിർത്തി ഇടിക്കും. ഇടികൊണ്ട് ഈ പെണ്ണുമ്പിള്ള ആകപ്പാടെ ചാകാറായി. എത്ര പേരെ എനിക്കറിയാം. ഭാര്യമാരെ എടുത്തിട്ട് തല്ലുന്ന ആളുകൾ എത്ര പേരെ അറിയാം. പാസ്റ്ററാന്ന് പേരും ഇടി. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം ഇവിടെ നിങ്ങൾ പറയാം. ഈ ലൈംഗിക ഫ്രസ്ട്രേഷൻ ശരിക്കും പറഞ്ഞാൽ നേരെ ചൊവ്വേ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോലും പലർക്കും അറിയില്ല. അതും കൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കരിമ്പും കാട്ടിൽ ആന കയറിയതുപോലെയാണ് പലരും ഭാര്യമാരോട് ഇടപെടുന്നത്. മനസ്സിലായോ? ഇത് ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര ഭൂലാവും. എന്താ കാരണം? ചെറുപ്പം മുതൽ ഈ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററെ കുറിച്ച് ഒരു വാർത്ത വന്നു. ഇങ്ങേരൊരു നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ഈ കല്യാണം കഴിച്ച ഈ പെൺകുട്ടിയെ ഇദ്ദേഹം അതായത് ഈ എന്നാ പറയുന്നത്, ഈ കാട്ടുമൃഗം ആക്രമിക്കുന്ന പോലെ ആയി പുള്ളി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. അവസാനം വിവാഹബന്ധമൊക്കെ വേർപ്പെട്ട് വലിയ പ്രശ്നമായി. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം ആരാന്നൊക്കെ. ആളുടെ പേരൊന്നും പറയല, ഒറ്റ ആളുടെയും പേര് പറയല. വലിയ പ്രശ്നമായി. ചെറുപ്പം മുതൽ അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അവിടെ നോക്കരുത്, ഇവിടെ നോക്കരുത്, വെള്ളവർഷം ഇടാവുള്ളൂ, അതേ ഇടാവുള്ളൂ, മറ്റേതേ ഇടാവുള്ളൂ, മറിച്ച് ഇടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഈ എല്ലാവരും നോക്കരുത്, പിടിക്കരുത്, രുചിക്കരുത്, തിന്നരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നും പറഞ്ഞ് പെസകായ്ക്ക് പോകാൻ പാടില്ല. ഇന്നിപ്പോൾ TPM സഭക്കാർ ഈ ആഴ്ച മുഴുവൻ പ്രാർത്ഥന വെച്ചേക്കുക. എന്താ കാരണം? പെസകായ്ക്ക് ഏതെങ്കിലും വീട്ടിൽ പോയി അവനൊരപ്പം കഴിക്കാൻ പാടില്ല. പെസകായ്ക്ക് പോയി ഒരപ്പം കഴിച്ചാൽ അവൻ്റെ ഏതാണ്ട് താഴോട്ട് പോകുന്നതാണ് ഇമ്മാരുടെ വിചാരം. ഈസ്റ്ററിന് ആരെങ്കിലും വിളിച്ചാൽ അവിടെ പോയി ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈ ആത്മീകത എന്ന് പറയുന്ന ഒരു കാപട്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയാം. ഞാൻ വളരെ അധികം കീനായിട്ട് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഈ ആത്മീകത എന്ന് പറയുന്നത് അത് നല്ലതായിരുന്നു.
ഒരു 15-20 വർഷം മുമ്പ് വരെ നല്ല പ്രസ്ഥാനമാണ്. പക്ഷേ ഈ പ്രസ്ഥാനത്തെ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഇത് തകർന്ന് തരിപ്പണമായി. ഞാൻ അതിലേക്ക് വരാം. ഈ ലൈംഗിക ഫ്രസ്ട്രേഷൻ, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, അവിടെ ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. എൻ്റെ പൊന്നു സഹോദര, ഒരു കുട്ടി അവൻ പ്രായമായി വരുമ്പോൾ 14 വയസ്സാകുമ്പോൾ അവൻ്റെ ഒരു ആൺകുട്ടിയാണ്, അവൻ്റെ സൗണ്ട് മാറും, അവന് മീശ മുളയ്ക്കാൻ തുടങ്ങും, ചെറിയ ചെറിയ താടിയൊക്കെ വരും. അന്നേരം അവൻ്റെ ശരീരത്തിൽ ലൈംഗികതയുടെ ആസക്തി ഉത്ഭവിക്കും. അന്നേരം അവന് ചിലപ്പോൾ പല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നും. അവന് ലൈംഗികത വലിയ പ്രശ്നമായി കഴിയുമ്പോൾ അവൻ ഈ മാസ്റ്റർബേഷൻ, സ്വയംഭോഗത്തിലേക്കൊക്കെ കടക്കും. അപ്പോൾ ബൈബിളിൽ എഴുതി വെച്ചേക്കാണ് സ്വയംഭോഗം പാപമാണ്, അത് ചെയ്യാൻ പാടില്ല. പിന്നെ ഇവൻ്റെ വികാരം ഇവൻ എന്ത് ചെയ്യും? നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യും? ഞാനിപ്പോൾ ബൈബിളല്ല കേട്ടോ പറയുന്നത്, ഞാൻ ബൈബിൾ പഠിപ്പിക്കുന്ന സമയത്തും അങ്ങനെ ചിന്തിക്കണം, പൊതുവായിട്ട് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കണം. മനസ്സിലെ ഇവൻ എന്ത് ചെയ്ത് സ്വയംഭോഗം ചെയ്യാൻ പാടില്ല. പിന്നെ ഇവൻ്റെ വികാരം ഇവൻ എന്നായും? ഇനി പോട്ടെ, ഇവൻ ഇനി സ്വയംഭോഗം ചെയ്തില്ലെങ്കിൽ ഈ സ്വപ്നസ്ഖലനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? രാത്രിയാകുമ്പം ഇവൻ്റെ ശരീരത്തിൽ നിന്ന് ഈ സാധനം പുറത്തു പോകണമല്ലോ, പോവില്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത്, സ്വയംഭോഗം ചെയ്യാൻ പാടില്ല, സ്ത്രീയെ നോക്കാൻ പാടില്ല, വികാരം പാടില്ല, വിചാരം പാടില്ല എന്ന് പറയുമ്പം ഇത് ഞാൻ പറയുന്ന വിവരമുള്ളവർ കേട്ടാൽ മതി, അല്ലാത്തൊരു പെന്തക്കോസുകാർ കേട്ടിട്ട് നാളെ എന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞത്, നമ്മളെപ്പോഴും സംസാരിക്കുമ്പം അത് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവനോട് വേണം സംസാരിക്കാൻ. ചിന്തിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവനോട് ഞാൻ എന്നാ പറഞ്ഞിട്ട് എന്നാ കാര്യം? മനസ്സിലായോ? വെള്ളവസ്ത്രം മാത്രം ഇടാവുള്ളൂ, മീശ പിടിച്ച് കളയണം, താടി വെട്ടിക്കളയണം, തലമുടി അങ്ങനെ വെക്കണം എന്ന് പറയുന്നതോട് ഞാൻ എന്നാ പറയുന്നത്? അവൻ ഇപ്പോഴും ആ മതത്തിൻ്റെ അന്ധതയിലാണ്. ലോകം പുരോഗമിച്ചത് ഈ കണ്ണുപൊട്ടന്മാരെ അറിഞ്ഞില്ല. ലോകം പുരോഗമിച്ചു, ടെക്നോളജികൾ മാറി, സാഹചര്യം മാറി. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന പിള്ളേരൊക്കെ ഒരു ചെറുതൊക്കെ അടിക്കാൻ തുടങ്ങി, ബീർ കഴിക്കാൻ തുടങ്ങി, പാർട്ടി നടത്താൻ തുടങ്ങി. ഈ ന്യൂ ജനറേഷൻ സഭകളിലുള്ള ചെറുപ്പക്കാരുടെ മീറ്റിങ്ങിലൊക്കെ പലതും ബിയർ പാർട്ടികൾ നടക്കുന്നുണ്ടെന്ന് വരെയാണ് ഞാൻ അറിഞ്ഞത്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്കിയോ ഞാൻ ഈ പറയുന്നത്. ഇനി പോട്ടെ, ഞാനിത് പറഞ്ഞു തന്നെ, ഇങ്ങനെയുള്ള ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള സംഘട്ടനം, ശരീരത്തിലുള്ള വിചാരങ്ങളുടെ സംഘട്ടനം, ഇതെല്ലാം കഴിയുമ്പം ആ ഒരു പെൺകുട്ടിയെ നോക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, സ്വയംഭോഗം ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇതെല്ലാം ഒരു ഭയങ്കര കെട്ടിൻ്റെ അകത്ത് നിൽക്കുമ്പം നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം പൊട്ടും. ആറ്റം ബോംബ് പോലൊരു പൊട്ടാണ്. അതല്ലേ ഇവിടുന്ന് പോകുന്ന പെന്തക്കോസുകാരായിട്ടുള്ള അവരുടെ പിള്ളേരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിയുമ്പോൾ അടിച്ച് പൊളിച്ച് ജീവിക്കുന്നത്. കാരണം അവർക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടി. അവരിവിടെ നിന്ന് പോയി ബാംഗ്ലൂരൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ സ്വാതന്ത്ര്യമായി, വിദേശ രാജ്യത്തിൽ സ്വാതന്ത്ര്യമായി. അവരങ്ങ് എന്ത് ചെയ്യുക, അവർ നല്ല വസ്ത്രം ധരിക്കുന്നു, നല്ല കോട്ടുകൾ ധരിക്കുന്നു, ജാക്കറ്റുകൾ ധരിക്കുന്നു, വീഡിയോകൾ ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു എന്നാ അറിയോ? നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞെന്ന്. ഈ പ്രവീൺ എന്ന് പറയുന്ന പാസ്റ്റർ മദ്യപാനിയായിരുന്നു. ഓക്കെ, ക്ലിയർ, സംശയമില്ല. പക്ഷേ എന്തുകൊണ്ട് ഇദ്ദേഹം മദ്യപിക്കുന്നു എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം പലരും ചോദിക്കും, പ്രാർത്ഥിച്ച മദ്യപാനം മാറുകയല്ലേ? അല്ലേ? അത് എൻ്റെ സഹോദര, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. ഒരു കുട്ടി പരീക്ഷ എഴുതാൻ പോയി, അല്ലേ, പോട്ടെ, അത് വയ്ക്കട്ടെ. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഒരു TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൻ്റെ കൗണ്ടർ സൈൻ ചെയ്യാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ പോയി. അവിടെ ചെന്നപ്പം നമ്മളാണ് എന്നെ ചെയ്യും, ഒരു പെന്തക്കോസുകാരനാണ് രാവിലെ എന്നിട്ട് പ്രാർത്ഥന, കർത്താവേ എന്ന് ഞാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്ത് വരുവാൻ ഇടയാക്കണം, ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചങ്ങ് പോകും. പക്ഷേ അവിടെ ചെന്ന് ഞാൻ എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും അവിടെ ചെല്ലുമ്പോൾ അവൻ ആ പുസ്തകം തുറന്നു നോക്കും. ഈ കുട്ടിയുടെ ഡീറ്റെയിൽ കറക്റ്റാണോ, അപ്പൻ്റെ പേര് ശരിയാണോ, അമ്മയുടെ പേര് ശരിയാണോ, ജനനത്തീയതി ശരിയാണോ, ഇദ്ദേഹം എഴുതി. 3 പ്രാവശ്യം എന്നെ തിരിച്ചു വിട്ടു. ഞാൻ 3 ദിവസമായിട്ട് നടക്കുക. ഞാൻ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? നിങ്ങൾ പറ. ഞാൻ രാവിലെ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഈ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ എൻ്റെ പുസ്തകം, അതായത് എൻ്റെ രജിസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? കുട്ടിയുടെ പൂർണ്ണമായ വിവരമില്ല. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പോയി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കേണ്ടതിന് പ്രവർത്തിക്കണം. സംഗതി വല്ലതും മനസ്സിലാവുന്നുണ്ടോ ഞാനീ പറഞ്ഞേ? അപ്പോൾ ഞാൻ എന്താ പറഞ്ഞേ?
ഇപ്പം ഇദ്ദേഹം വലിയൊരു അപ്പോളജിസ്റ്റും തിരക്കുള്ളവന് രാത്രി ചിലപ്പോൾ ഉറക്കമൊന്നുമില്ലായിരിക്കും, എന്തു ആയിക്കൊള്ളു, പുള്ളി മദ്യപിച്ചു. ഈ മദ്യപിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന, വീട്ടിലൊരു ഭാര്യയില്ലേ, അല്ലെങ്കിൽ രണ്ടുമൂന്ന് മക്കളില്ലേ? അപ്പോൾ ഈ മക്കളുടെ മുമ്പിൽ നമ്മൾ എന്ത് മാതൃകയാണ് വെച്ച് കൊടുക്കുന്നത്? അതുകൂടെ ഒന്ന് ചിന്തിക്കണ്ടേ? അപ്പോൾ ചിലപ്പോൾ വീട്ടിൽ ഇരുന്ന് മദ്യപിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും പുള്ളി പുറത്തു പോയി മദ്യപിച്ച്. ഈ ചില പെന്തക്കോസുകാരുടെ വീട്ടിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ നരകതുല്യമാണ് അവിടുത്തെ ജീവിതം. അവിടുത്തെ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, രാവിലെ ഒരു പോക്ക് ഉപവാസ പ്രാർത്ഥന, പിന്നെ വരുന്നത് ഉച്ച കഴിയുമ്പോൾ ഭർത്താവിന് കഞ്ഞിയില്ല, വെള്ളവുമില്ല, ഇങ്ങേർക്കിടാൻ ഒരു 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 വസ്ത്രമില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ നാട്ടിലൊരു അച്ചായനുണ്ടായിരുന്നു, പുള്ളിക്ക് കള്ളത്തടി പെട്ടായിരുന്നു പണി. ആരാന്നും പറയല, ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. ഈ കള്ളത്തടി വെട്ടുന്ന ഈ അച്ചായൻ കള്ളത്തടിയെല്ലാം വെട്ടി തേക്കും തടിയൊക്കെ വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാട്ടെ, ഇപ്പോഴത്തെ കഥയൊന്നുമല്ല, അവരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഈ പുള്ളി കള്ളത്തടിയെല്ലാം വെട്ടി ഒരു എടുക്കാ പൊങ്ങാത്തൊരു വലിയ ലോഡും ഒക്കെ ചുമന്ന് അദ്ദേഹം വന്നു കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഭാര്യയെ വിളിച്ചു. ഞാൻ പുള്ളി രാത്രി അങ്ങോട്ട് പോയതാ, കള്ളത്തടിയെല്ലാം വെട്ടി ചെത്തിമിനിക്ക് കൊണ്ടുവരിക. സംഗതി എന്നെ സംഭവിച്ചു, കഞ്ഞിയില്ല വീട്ടിൽ വന്നപ്പോൾ. പുള്ളി ചോദിച്ചു, കഞ്ഞി വെച്ചില്ലേ? പെണ്ണുമ്പിള്ള പറഞ്ഞു, ഞാനേ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയതായിരുന്നു പറഞ്ഞു. ഒറ്റയടിയാ വെച്ച് കൊടുത്തത്, കാരണക്കുറ്റി തീർത്ത്. ഇത് തന്നെയാ ചെയ്യേണ്ടത്. കഞ്ഞിയും വെക്കുകയില്ല, പിള്ളേരെ നോക്കുകയില്ല, രാവിലെ ഉപവാസ പ്രാർത്ഥനയാ കുന്തമാണെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നവനെ എന്നാ ചെയ്യണം? ഞാൻ പറയല്ല എന്നാ ചെയ്യണം. പക്ഷേ ഇങ്ങേരെന്നെ ഒറ്റയടി വെച്ച് കൊടുത്ത് കാരണക്കുറ്റി തീർത്ത്. പച്ചയായ യാഥാർത്ഥ്യം, നഗ്നമായ സത്യം, ഉള്ള കാര്യം ഉള്ളതുപോലെയാണ് ഞാനീ പറയുന്നത്. ഒറ്റയടി വെച്ച് കൊടുത്തു. പെണ്ണുമ്പിള്ള മൂക്കും കുത്തി താഴെ വീണ് കിടന്ന പുള്ളിക്കാരി അന്യഭാഷ പറയാൻ തുടങ്ങി. പിറ്റേ ദിവസം പള്ളി ചെന്ന് ഭയങ്കര ബഹളം. പുള്ളി ഉപദേശി വിളിച്ചു, ഉപദേശി, ഞാൻ പണി കഴിഞ്ഞിട്ട് വരുമ്പം എനിക്ക് വിശന്നിട്ടാണ്, ഞാൻ വിശന്നാണ് വരുന്നത്, എനിക്ക് ഒരു നേരത്തെ ആഹാരം തരണോ വേണ്ടയോ പറ. ഈ പെണ്ണുമ്പിളെ അത് തരാതെ രാവിലെ ഏതോ ഉപദേശിയുടെ പുറകെ ഇറങ്ങിപ്പോയി. അവിടെ പ്രാർത്ഥനയാ കുന്തമാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. നേരാണോ നുണയാണോ എന്ന് ആർക്കറിയാം. ഇങ്ങനെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയ ഒരു ഉപദേശിനെ പുള്ളി അവിടെ ഒരു വിധവയുടെ വീട്ടിൽ സംഗതി ഉപവാസ പ്രാർത്ഥന നടത്തുമായിരുന്നു. അത് പകൽ ഉപവാസ പ്രാർത്ഥന തീരാതെ പാതിരാത്രി 12 മണി ആയപ്പോൾ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ മകൻ ചെന്ന് കൈയോടെ പൊക്കിയപ്പം രണ്ടുപേരും തുണി പോലും ഇല്ലാതെയാണ് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നത്. മകൻ പിടിച്ച വഴിക്ക് അപ്പനിട്ട് 2 അങ്ങ് വെച്ച് കൊടുത്തു. ആ മകൻ പിന്നെ, ഞാനിതൊന്നും കൂടുതൽ പറയുന്നില്ല, പറഞ്ഞാൽ ശരിയാകുകയില്ല. പറഞ്ഞു കഴിയുമ്പോൾ നാളെ പറയുന്നത്, ആരും ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളെല്ലാം ചീത്ത പറയാല, അത് പറയാം. ഉള്ള കാര്യം പറഞ്ഞേ. രാവിലെ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയിട്ട് പാതിരാത്രി 12 മണി ആയപ്പോൾ ഉപവാസ പ്രാർത്ഥന തീരാതെ വന്നപ്പം ഈ പാസ്റ്ററുടെ ഭാര്യ മോനോട് പറഞ്ഞു, എടാ മോനെ 14 വയസ്സുണ്ടവന്, ഒന്ന് പോയി നോക്കടാന്ന് പറഞ്ഞു, ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. പാതിരാത്രി ചെല്ലുമ്പോൾ രണ്ടുപേരും ഉപവാസ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക, തുണി പോലും ഇല്ല. പിടിച്ച വഴിക്ക് അപ്പനാന്ന് നോക്കിയില്ല, ഒറ്റ ഒരെണ്ണം വെച്ച് കൊടുത്തു, എന്നിട്ട് പിടിച്ചോണ്ട് വന്നു. അപ്പോൾ പുള്ളി ഈ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയിട്ട് കുറേ നാളായിരുന്നു. അപ്പം പുള്ളി ഉപവാസ പ്രാർത്ഥന കൊടുത്ത് വിടുതൽ ശുശ്രൂഷ നടത്താറുണ്ടായിരുന്നു. ഇതാണ് അവസ്ഥ. പുകിലല്ലേ, ഭയങ്കര രസമാണ്. അപ്പം ഞാനിത് പറഞ്ഞു തന്നെ, ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു. എന്നിട്ട് ഈ അമ്മാമ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുകയില്ല. എൻ്റെ പൊന്ന് സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ഉത്തരവാദിത്വമുണ്ട്. ഭർത്താവിൻ്റെ കാര്യം നോക്കണം, മനസ്സിലായോ? ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാജു ബ്രദറെ, ഇനി ലൈവ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയണം. ഞാൻ ചോദിച്ചാൽ എന്താ അച്ചായ? അതെനിക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും സാജു ബ്രദറോടായിട്ട് പറയുക, പേരൊന്നും പറയില്ല കേട്ടോ. ഈ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭർത്താവുമായിട്ടൊന്ന് സഹകരിക്കാൻ ഈ ഭാര്യമാരോടൊന്ന് പറയണം എന്ന് ഉപദേശിമാരോടൊന്ന് പറയണമെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് പാസ്റ്റർമാരോട്? അപ്പം ഞാൻ ചോദിച്ചു, എന്താ അച്ചായ പ്രശ്നം? എൻ്റെ പൊന്ന് സാജു ബ്രദറെ, ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് മാസത്തിൽ ഒരു ദിവസം പോലും ഭാര്യ സഹകരിക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ കാരണം? കാരണം എന്നാ, ഞങ്ങളുടെ പാസ്റ്ററാണ് കാരണം.
പുള്ളി പറയുന്നത് നമ്മളെപ്പോഴും വിശുദ്ധരായിരിക്കണം. ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇതിന് ഉത്തരം പറയണം കേട്ടോ, ഇപ്പോൾ 200 പേര് കാണുന്നുണ്ടല്ലോ. ഒരാൾ എന്നോട് പറയാം, കർത്താവ് വരുമ്പം ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പോകരുത്. ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു, എൻ്റെ ദൈവമേ എന്ത് ചെയ്യും, ഇനി കർത്താവ് എപ്പോഴാണ് വരുന്നതെന്ന് എങ്ങനെ അറിയും, ബന്ധപ്പെടാതിരിക്കാൻ പറ്റുമോ? അപ്പം ഇവർ വിചാരിച്ചു കർത്താവ് ഇപ്പോൾ വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഭാര്യയും ഭർത്താവും ബന്ധപ്പെടാതിരിക്കുക. അങ്ങനെ ബന്ധപ്പെടാതിരുന്ന് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാജി ബ്രദർ ലൈവ് ചെയ്യുമ്പോൾ ഒന്ന് പറയണം. എൻ്റെ പൊന്നു സഹോദരിമാരെ, ഞാൻ കൈകൂപ്പി ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ എല്ലാ വിധത്തിലും ഒന്ന് സ്നേഹിക്കണം. അവർക്ക് ആവശ്യമുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണം. എന്താ കാരണം? ഈ ഉപദേശിമാരെ അതും ഇതും വിശുദ്ധിയാണ്, അതാണ് മറ്റേതാ മറിച്ച കുന്താ കുടച്ചക്ര എന്നൊക്കെ പറയും. ഞാൻ പറയുമ്പോൾ എന്നോട് പിണങ്ങരുത്, ഉള്ള കാര്യം പറഞ്ഞേ. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ നല്ലതുപോലെ ലൈംഗികത ആസ്വദിക്കണം. എല്ലാ ദിവസവും ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ആസ്വദിച്ചോണം. പിന്നെ ഒരു കാര്യം, ഒരു പ്രായം കഴിയുമ്പോൾ ഇതൊന്നും നടക്കുകയില്ല. ഈ ഓഷോ എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്, ആചാര്യ രജനീഷ്, ഇവിടെ ഇരിപ്പുണ്ട്. പുള്ളിയുടെ എല്ലാ പുസ്തകങ്ങളും, ഞാൻ എല്ലാ പുസ്തകവും പുള്ളിയുടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഓഷോ വേണ്ട, ഓഷോ എന്ന് പറഞ്ഞൊരു അച്ചായൻ. ഈ പുള്ളിയുടെ പുസ്തകം എല്ലാം ഞാൻ മേടിച്ച്, ഇതൊക്കെ വായിച്ചിട്ടാട്ടോ പറയുന്നത്, ചുമ്മാ പറയുന്നൊന്നുമല്ല. ഈ പുസ്തകം എല്ലാം ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ വായിച്ച് ദിവസമാണ്. സംഗതി വല്ലതും മനസ്സിലാകുന്നുണ്ടോ? കുടുംബജീവിതത്തിൻ്റെ തകർച്ച ആരംഭിക്കുന്നത് ഈ പ്രശ്നത്തിൽ നിന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ എന്നോട് ചില ആളുകൾ വിളിച്ച് പറയും, സാജി ബ്രദറെ ഇതൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ പറയാം. കാരണം എന്നെ സംബന്ധിച്ച് പറയാൻ ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് വേറെ പാസ്റ്റർമാരും ഇങ്ങനെ വെട്ടി തുറന്ന് പറയുകയില്ല, അവർക്ക് നാണമാണ്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, ഞാനുള്ള കാര്യം ഉള്ള പോലെ പറയും. ഇതൊക്കെ നമ്മൾ സെക്സ്വൽ എഡ്യൂക്കേഷനൊക്കെ പഠിക്കണ്ടേ മനുഷ്യൻ? പഠിക്കാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, വല്ലവൻ്റെ പുറകെ വല്ല പെണ്ണുങ്ങളുടെയും പുറകെ ചിരട്ട പൊക്കാൻ, നമ്മൾ നാടൻ പഴയ പറഞ്ഞ ചിരട്ട പൊക്കാൻ പോകുന്നേക്കാളും ഭേദമല്ലേ എന്ന് ചോദിച്ച പോലെ ആയിപ്പോയി. വല്ലതിൻ്റെ പുറകെ നടക്കുന്നേക്കാളും ഭേദമല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ഭാര്യമാരുടെ സൗന്ദര്യം നമ്മുടെ ഭാര്യയെ തന്നെ കണ്ടെത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മനസ്സിലായോ? അപ്പം ഇത് എല്ലാ ദിവസവും അവിടെ ഉപവാസപ്രാർത്ഥന, എൻ്റെ പൊന്ന് സഹോദരായി ഉപവാസ പ്രാർത്ഥനയൊക്കെ കുറയ്ക്കേ. ഇന്നലെ എടുത്തുകൊണ്ട് 40 ദിവസം ഉപവാസ പ്രാർത്ഥന പറഞ്ഞേക്ക്. 40 ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് ഈ അച്ഛൻ എഴുന്നേറ്റ് നിൽക്കാനുള്ള കേൾപ്പ് പോലുമില്ല. 40 ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ശരീരമെല്ലാം ഒട്ടി, ഈ ചെറുകുടലും വൻകുടലും എല്ലാം കരിഞ്ഞ് പറഞ്ഞ് എല്ലാം സംഗതി തകർന്ന് തരിപ്പണമായിരിക്കും. എൻ്റെ പൊന്നച്ചായ ഒരു 3 ദിവസമൊക്കെ ഉപവാസം എടുത്താൽ മതി. കർത്താവിന് നമ്മുടെ അവസ്ഥയെല്ലാം അറിയാം. 40 ദിവസവും 20 ദിവസവും 25 ദിവസമൊക്കെ ഉപവാസം എടുത്തിട്ട് അവസാനം ഒരു ഗുണവുമില്ല. ഒരു മണംകുണാക്കനാ. ആളുകൾ പറയുന്നുണ്ട് ഈ കെട്ടിയവനൊരു മണംകുണാക്കനാന്ന് പറഞ്ഞ പോലെ. അന്നേരം ആയിരിക്കും അമ്മാമ്മ നല്ല ആഹാരമൊക്കെ കഴിച്ച് നല്ല റെഡി ആയിട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞതെന്നറിയോ, എൻ്റെ പൊന്നച്ചായ ഈ പരിപാടിയൊക്കെ നിർത്ത്. നമ്മൾ വലിയ ആത്മീകനാന്നുള്ളൊരു വിചാരമുണ്ട്. 40 ദിവസവും 20 ദിവസമൊക്കെ ഉപവാസം എടുത്തിട്ട് ഞാൻ വലിയ പുള്ളിയാണെന്ന് പറഞ്ഞ് നടക്കുക. പുള്ളിയാന്ന് പറയുമ്പോൾ ആ കുടുംബം നശിച്ചു പോവുക. പ്രായോഗികതയാണ് പ്രാധാന്യം. എഡ്യൂക്കേഷൻ നമുക്ക് അത്യാവശ്യമാണ്. ഒരു പ്രത്യേക മതവിഭാഗക്കാരുണ്ട്, അവരുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഇല്ല. അതുകൊണ്ടാണ് എല്ലാ അക്രമത്തിനും അനീതിക്കും അവരാണ് മുമ്പിൽ. ഒരു പ്രത്യേക മതവിഭാഗം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു ജീപ്പേൽ അവരുടെ കുട്ടികൾ AK-47 തോക്കുമായിട്ട് ഒരു 10-25 കുട്ടികൾ ഇതും വിളിച്ചുകൊണ്ട് നടക്കുക. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ. അവർക്ക് വിദ്യാഭ്യാസമില്ല. അവർ സ്കൂളിൽ പോകേണ്ട സമയത്ത് അവരുടെ തലയിൽ തീവ്രവാദമാണ്. അവർ പഠിക്കുന്നില്ല നേരവേ. അപ്പം നമ്മളിതെല്ലാം പഠിക്കണം സഹോദര. അല്ലാതെ നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യ ഭർത്തൃ ബന്ധം എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കണം. ഇപ്പം ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ വിറ ചൂണ്ടും. നിൻ്റെ കുടുംബജീവിതം എങ്ങനെയുണ്ട്, നിൻ്റെ പിള്ളേരുടെ ജീവിതം എങ്ങനെയുണ്ട്? എൻ്റെ സഹോദര, ഇതെല്ലാം പഠിച്ചു വരാൻ സമയമെടുക്കും. എനിക്ക് 23 വയസ്സുള്ളപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോയി. ഞാൻ പറഞ്ഞ അന്ന് ഈ പെന്തക്കോസിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഒന്നാലോചിക്ക്. ഒരുത്തൻ എന്നോട് പറയാ, ഞാൻ ഇന്ന് വരെ ഭാര്യയുടെ നഗ്നത കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചാൽ എന്നാ? അതോ
അത് കാണാൻ പാടില്ല, അത് വിശുദ്ധിയായതുകൊണ്ട് ഞങ്ങൾ ഈ ബന്ധപ്പെടുമ്പോൾ ലൈറ്റ് ഇടാറില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ പുള്ളിയോട് എന്നതാ പറഞ്ഞു മനസ്സിലായി. അപ്പം ഞാൻ ഇതെല്ലാം പറഞ്ഞു വന്ന് ഞാൻ ഈ വിഷയത്തിലേക്ക് വന്ന എന്നറിയോ, എന്തുകൊണ്ടാണ് ഇദ്ദേഹം മദ്യപാനിയായത്? ഒരു മനുഷ്യൻ മദ്യപാനിയായി തീരാനുള്ള കാരണം എന്താണ്? സ്ഥിരം മദ്യപാനിയുടെ കാര്യമാണ് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വല്ല പാർട്ടിയൊക്കെ കിട്ടുമ്പോൾ ഓർണം കഴിച്ചു, കൂട്ടുകാരുടെ കൂടെ കൂടി ഒരു സന്തോഷം, ഒരു കുഞ്ഞ് ചെറുതൊക്കെ അടിച്ചു, സന്തോഷം. അതായത് സ്ഥിരം മദ്യപിക്കുന്നവനെ സംബന്ധിച്ച് അവൻ്റെ കുടുംബജീവിതം പരാജയമാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അവന് സ്വയമായിട്ട് ചിന്തിക്കുകയാണ്, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ കരുതുന്നില്ല, അല്ലെ എനിക്ക് എൻ്റെ വീട്ടിൽ നടക്കപ്പെട്ടത് സ്നേഹവും കരുതലൊന്നും കിട്ടുന്നില്ല. അവൻ സ്വയമായിട്ടിരിക്കുമ്പോൾ അവൻ മദ്യത്തിൽ ആശ്രയിക്കുകയാണ്. അവൻ്റെ ആശ്രയം മദ്യമാണ്. മദ്യമൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും മനുഷ്യനൊരു ഒരു ഒരു ഉത്സാഹമൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ പോട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. വെള്ളം അടിച്ചു കഴിഞ്ഞ് കണ്ടിട്ടില്ല, ആളുകൾ കണ്ടില്ലേ, ഭയങ്കര ഉത്സാഹിയായിട്ട് ഇങ്ങ് വരും, ഭയങ്കര സ്നേഹമൊക്കെയാണ്. അപ്പം ഞാൻ പറയുന്നത് ഒരു കുടുംബജീവിതത്തിൽ ഇപ്പം പാസ്റ്റർ പ്രവീൺ ഒരു ദിവസം തന്നെ 3 ബീവറേജിൽ കയറി മദ്യം മേടിച്ച് കുടിച്ചു എന്ന് പറയുമ്പം ഇദ്ദേഹത്തിന് എന്താ കുഴപ്പം ആർക്കറിയാം? പട്ടാപ്പകല് മദ്യപിച്ച് റോട്ടിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് കാര്യത്തിനും നമുക്കൊരു സ്വകാര്യത ഉണ്ടാകണം. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം. മദ്യം കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ അതിൻ്റെ ഗുണദോഷ വശങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഗുണദോഷ വശങ്ങൾ നമ്മൾ ചെയ്യണം. മദ്യം കുടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. പിന്നെ മദ്യം കുടിക്കുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരെയൊക്കെ ഉടക്കൊക്കെ ആയി, അല്ലെങ്കിൽ ടെൻഷനുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, അതൊക്കെ കുടിച്ച് കഴിയുമ്പോൾ മനസ്സിൻ്റെ ഒരു സുഖം, ഒരു സന്തോഷമൊക്കെ കിട്ടും. എത്രേ ഉള്ളൂ, അല്ലാതെ എന്നാ പ്രശ്നം? അപ്പം ഞാൻ പറഞ്ഞത്, ഈ പാസ്റ്റർ പ്രവീൺ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശുകാരൻ മരണപ്പെട്ടത് ഒരിക്കലും ഒരു ഇസ്ലാമിക് ജിഹാദികളുടെ ആക്രമണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സുവിശേഷ വിരോധികളുടെ ഉപദ്രവം കൊണ്ടോ അല്ല, മറിച്ച് ഈ പാസ്റ്റർ ഒരു ദിവസം തന്നെ 3 മദ്യഷാപ്പുകളിൽ കയറി അവിടുന്ന് മദ്യം മേടിച്ചു കുടിച്ച് അടിച്ച് പൂക്കുറ്റിയായി, അടിച്ച് പൂസായി ബൈക്ക് ഓടിച്ച് 70 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ച് ഇദ്ദേഹം ചെന്ന് ഇടിച്ചു മറിഞ്ഞ് ഇദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്തത്. ഒന്നാലോചിക്ക്, ഇതാണ് സംഭവം. ഇത്രയും പിടികിട്ടിയോ? അത്രേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, കുടുംബജീവിതക്കാര്യത്തൊക്കെ ഒരുപാട് കാര്യം പറയാണ്ട്. ഒരു പരിധിക്കുള്ളിൽ പറയുമ്പോൾ നാളെ ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയും, താങ്കൾ ഇത് പറഞ്ഞൊന്നും ശരിയായില്ലെന്ന് പറയും. മദ്യപാനത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല. ഒരു സുവിശേഷകനെ സംബന്ധിച്ച് അവൻ മദ്യപിക്കാൻ പാടില്ല. പള്ളിയിലച്ഛനായാലും കൊള്ളാം, സുവിശേഷ പ്രവർത്തകയായാലും കൊള്ളാം, സുവിശേഷകനായാലും കൊള്ളാം, വിശ്വാസിയായാലും കൊള്ളാം, മദ്യപിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, വിദേശ രാജ്യങ്ങൾ അമേരിക്ക, കാനഡ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി ഒക്കെ ചെല്ലുമ്പം ഭക്ഷണത്തിനോടൊപ്പം നമുക്ക് ലഭിക്കുന്ന ഒരു ചെറിയ ബോട്ടിൽ ബിയറുണ്ട്. ഞാനത് ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് അവിടുത്തെ ഒരു കൾച്ചറാണത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നാൽ, ഞാനാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നെങ്കിൽ എന്ത് ചെയ്യും? എന്നെ നിങ്ങളുടെ വീട്ടിൽ കയറ്റുമെന്ന് തന്നെ എനിക്കറിയത്തില്ല, അത് മറ്റൊരു കാര്യം. എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിലും എന്നെ വീട്ടിൽ കയറ്റുമെന്നും എനിക്ക് തന്നെ അറിയില്ല. അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വന്നു, ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന് എന്ത് കൊടുക്കും? ആദ്യം വരുമ്പോൾ ഒരു സ്ക്വാഷ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ സ്ക്വാഷൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നില്ല. ഞാൻ ഈ കാട്ടിൽ താമസിച്ച് വളർന്ന ആളാണല്ലോ. അപ്പോൾ ഈ സ്ക്വാഷൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ആവേശമാണ്, ഇതെന്താ സാധനം. അപ്പം പിന്നെ മേടിച്ചുകൊണ്ട് വന്ന ചേട്ടനാണെന്ന് തോന്നുന്നു, അത് പറയുന്നു, ഈ സ്ക്വാഷ് ഇത്രയും എടുക്കണം, അതിൻ്റെ അകത്ത് ഇത്രയും വെള്ളം ഒഴിക്കണം, എന്നിട്ട് പഞ്ചസാര ഇടണം, ഇളക്കണം. ഞങ്ങൾ ഒരു കസാര മേടിച്ച കഥയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. അതായത് ഏതാണ്ട് ഒരു 994 അല്ലെങ്കിൽ 93 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഒന്നും വീട്ടിൽ ഇതില്ലല്ലോ, ഏതാ കസേരയൊന്നുമില്ല, കൊരണ്ടിപ്പലക. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കൊരണ്ടിപ്പലക? കാട്ടിൽ പോകും. ഈ കള്ളത്തടി വെട്ടുന്നവർ ഈ കള്ളത്തടി ആർത്തിട്ട് അതിൻ്റെ ഒരു പുറകോട്ടെന്ന് പറയും, പുറകോട്ട്. അതായത് ഈ കള്ളത്തടിയുടെ ഒരു സൈഡ് കണ്ടിച്ച് വിട്ടും ആ പുറകോട്ടൊക്കെ വേണമെങ്കിൽ എടുത്തോട്ട് പോരാ. അവർ കള്ളത്തടി വെട്ടുന്നവന്മാർ പറയും, വേണേൽ എടുത്തോട്ട് പോടാന്ന് പറയും. അങ്ങനെ ആ പുറകോട്ടും എടുത്തുകൊണ്ട് വന്നിട്ട് കൊരണ്ടി ഉണ്ടാക്കും. എനിക്കറിയാം കൊരണ്ടി ഉണ്ടാക്കാൻ, നല്ലപോലെ കൊരണ്ടി ഉണ്ടാക്കാൻ. കൊരണ്ടിയൊക്കെ ഉണ്ടാക്കി കൊരണ്ടിപ്പലകയിലാണ് ഇരിക്കുന്നത്. ഇത് അപ്പൻ്റെ കൊരണ്ടി, ഇത് അമ്മയുടെ കൊരണ്ടി, ഇത് ചേട്ടൻ്റെ കൊരണ്ടി, ഇത് എൻ്റെ കൊരണ്ടി, അനിയൻ്റെ കൊരണ്ടി, പെങ്ങടെ കൊരണ്ടി, ഈ കൊരണ്ടിപ്പലയിൽ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ പറഞ്ഞു,
ഒരു കസേര മേടിക്കണം. കസേര മേടിക്കാൻ ചിട്ടി കൂടുക. 5 രൂപ 3 രൂപയൊക്കെ ഇട്ട് ചിട്ടി കൂടി കഴിഞ്ഞിട്ട് ഏതാണ്ട് 440 രൂപ. അമ്മ കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, ആര് കേട്ടാലും വേണ്ട, അമ്മയ്ക്ക് അറിയാം അത് കൃത്യമായിട്ട്. ചാച്ചൻ ജീവിച്ചിരിപ്പില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു. ഒരു കസേര മേടിച്ചു. 440 രൂപ ആയി കഴിഞ്ഞപ്പോഴാണ് ഒരു കസേര കിട്ടുന്നത്. ആ കസേര ഒരു സ്റ്റീലിൻ്റെ കസേര, അതിൽ ഈ വള്ളി കെട്ടിയിരിക്കുന്നു. എന്നാ വള്ളിയാണ്? പ്ലാസ്റ്റിക് വള്ളി. അപ്പം ഓരോരുത്തർ മാറി മാറി ഇരിക്കും അതിൽ. ആദ്യം ചാച്ചനൊന്ന് ഇരുന്ന് നോക്കി, അത് കഴിയുമ്പോൾ അമ്മയൊന്ന് ഇരുന്ന് നോക്കി, അത് കഴിഞ്ഞ് ചേട്ടനൊന്ന് ഇരുന്ന് നോക്കി, അത് കഴിഞ്ഞ് ഞാനൊന്നിരുന്ന് നോക്കി. ഇങ്ങനെ മാറി മാറി ഇരിക്കുക. ഭയങ്കര രസമാട്ടോ ഞങ്ങളുടെ നാട്ടിലെ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ആ 2 സ്റ്റൂൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ, നമ്മളിത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ എന്തായിരുന്നു ഏതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ഈ മദ്യപാനം ഒക്കെ ഒരു ശരിയായൊരു നടപടിയല്ല. അതുകൊണ്ട് നമുക്ക് ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം അതൊന്ന്, നമുക്ക് കുടുംബത്തിൽ വിലയില്ലാതെ വരും. 2, മദ്യപിച്ച് അടിച്ച് പൂക്കുറ്റിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ കുടുംബജീവിതം തന്നെ നന്നാകില്ല. മനസ്സിലായോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അപ്പം മക്കളുടെ മുമ്പിൽ ഒരു വിലയില്ല. ഇനി അത് മാത്രമല്ല, അടിച്ച് പൂസായി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഒരു ഹാങ് ഓവറുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് തന്നെ കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ വേണ്ടി ഒന്നുകൂടെ അടിക്കും. അപ്പോൾ അതൊരു പ്രശ്നം. പിന്നെ നമുക്ക് എപ്പോഴും മനസ്സിലൊരു കുറ്റബോധം കിടക്കും. അയ്യോ, ഞാൻ മദ്യപിച്ചല്ലോ, ഞാൻ വെള്ളമടിച്ചല്ലോ, ഇത് ഈ ദൈവത്തിനെതിരെയുള്ളൊരു പ്രവൃത്തിയാണല്ലോ, ഞാൻ മദ്യവും കുടിച്ചിട്ട് പിന്നെ ഞാൻ പോയി സമൂഹത്തിൽ എന്താ പ്രസംഗിക്കുന്നത് എന്ന് എന്ത് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? കുടുംബത്തിലെ ഭാര്യയായിട്ട് സ്വരച്ചേർച്ച, മക്കളുമായിട്ടുള്ള സ്വരച്ചേർച്ച, നല്ലൊരു കുടുംബജീവിതമില്ല. അതുമാത്രമല്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രശ്നം, പിന്നെ ഒരു കുറ്റബോധം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കുറ്റബോധമാണ്. അയ്യോ, പിന്നെ കുറേ കഴിയുമ്പോൾ ചിലർക്ക് ഇത് കുറ്റബോധമൊന്നുമില്ല കേട്ടോ. കുറ്റബോധം ഇപ്പം ഞാൻ പറഞ്ഞതെന്നറിയാം, ഞാൻ പറഞ്ഞാൽ ഭാഗപ്പെട്ടു പോയി. ഓരോ വീടുകളിൽ ചെല്ലുമ്പം ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പനിയെന്ന് പറഞ്ഞ ഒരു സ്ക്വാഷ് കൊടുക്കും. ഇപ്പം ഞാൻ ഒരു വീട്ടിൽ നിന്ന് ഒരു ജ്യൂസ് കുടിച്ചാലോ? കുടിക്കാം. അപ്പോൾ ചിലപ്പോൾ അതൊരു മുന്തിരി ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൈനാപ്പിൾ ജ്യൂസാണ്. പൈനാപ്പിൾ ജ്യൂസ് എവിടെ കിട്ടിയാലും മേടിച്ച് കുടിക്കും. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് കഴിച്ചു ഇങ്ങനെ ഇരിക്കും. എന്ന് പറയുന്ന പോലെ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ചെറിയ ബിയറുകളുണ്ട്. ബിയർ ഇഷ്ടമുള്ളത് തന്നെ, അത് കുടിക്കും. അപ്പം പല പാസ്റ്റർമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാജു പാസ്റ്ററെ ഞങ്ങൾ ഒരു ബിയറൊക്കെ കഴിക്കുന്നവരാകട്ടോ എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞത്, എൻ്റെ പൊന്നെ എനിക്ക് അറിയത്തില്ല. അപ്പം നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ള പാസ്റ്റേഴ്സൊക്കെ പലരും ഒരു ചെറിയ ബിയറൊക്കെ കഴിക്കുന്നവരാണ്. അത് 1 കഴിച്ചു, 2 കഴിച്ചു, 3 കഴിച്ചു, 4 കഴിച്ചു. അപ്പോൾ പലരും പറയും മൂത്രത്തിക്കല്ലിനൊക്കെ നല്ലതാണ്, ബിയർ കഴിച്ച് കഴിഞ്ഞാൽ മൂത്രത്തിക്കല്ലിന് നല്ലതെന്ന് പറയുമ്പം ഒക്കെ പറയും. നേരാണെന്നൊന്നും എനിക്കറിയില്ല. ഈ വെള്ളം കൂടുതൽ കുടിക്കും, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും മദ്യപാനത്തെ ഒരിക്കലും ഒരു സുവിശേഷകൻ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഒരു സുവിശേഷകൻ മദ്യപിക്കാൻ പാടില്ല. മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ലെന്ന് ഗവൺമെൻറ് നിയമമുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ ഈ പ്രവീൺ പാസ്റ്റർ എന്ത് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടെന്ന കാര്യം, എത്ര പഠിച്ചെന്ന് പറഞ്ഞിട്ടെന്ന കാര്യം, എത്ര അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം. എത്ര വലിയ തിയോളജിയനായാലും ആരായാലും മദ്യപിച്ച് കഴിയുമ്പോൾ അവൻ്റെ ബോധം നഷ്ടപ്പെടും. ബോധം നഷ്ടപ്പെടുമ്പോൾ അവൻ ഭിക്ഷക്കാരനെ പോലെ അവൻ്റെ പെരുമാറ്റം. മനസ്സിലായോ? അവനെ സമൂഹം ഒരിക്കലും വില വയ്ക്കില്ല, പ്രത്യേകിച്ച് സുവിശേഷകന്മാരെ, അച്ഛന്മാരെ. മനസ്സിലായോ? അപ്പോൾ അച്ഛന്മാരൊക്കെ ഈ വെള്ളവടിയൊക്കെ കുറച്ച് കുറയ്ക്കണം. അതുപോലെ അച്ഛന്മാർക്കൊക്കെ വൈനൊക്കെ കിട്ടും കഴിക്കാൻ. പക്ഷേ പാസ്റ്റർമാരും പതുക്കെ വെള്ളവടിയിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാനവിടെ വിടുക. അപ്പോൾ അതുകൊണ്ട് പാസ്റ്റർ പ്രവീണിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യമാണ് ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ മദ്യപിക്കുന്നവർ നമ്മൾ മനസ്സിലാക്കുക, ഈ കുടുംബജീവിതം തന്നെ താറുമാറാകും. അതുകൊണ്ട് പൈസ നഷ്ടം, മാനനഷ്ടം, കുടുംബജീവിതമില്ലായ്മ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഭാര്യയും ഭർത്താവും രാവിലെ എഴുന്നേൽക്കുന്നു, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് കുളിക്കുന്നു, പല്ല് തേക്കുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വീണ്ടും വരുന്നു, ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നു, എന്നിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. 2 മക്കൾ അല്ലെങ്കിൽ 3 മക്കളെ വിളിച്ചിരുത്തി 3 പേരോടെ പ്രാർത്ഥിക്കുന്നു, അവർക്ക് ചില ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് സുഖമായിട്ട് പിള്ളേർ പോയി കിടന്നു. അതിനുശേഷം ഭാര്യയും ഭർത്താവും തന്നെ പോയി കിടന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങി. ഒരു ഉദാഹരണം പറയാം, ഇത്രയും സന്തോഷകരമായി വേറെ വല്ല അവസ്ഥയുണ്ട്? അപ്പം സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബെഡൊക്കെ നല്ല വൃത്തിയായിട്ട് വിരിച്ച് തലയിണയൊക്കെ കവറൊക്കെ നല്ല വൃത്തിയാക്കി നല്ല കൊതുവലയൊക്കെ കെട്ടി അടിപൊളിയായിട്ട്
പോയി ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് കിടന്നങ്ങ് ഉറങ്ങി. അപ്പം എന്തൊരു സന്തോഷം! അതാണ് ഒരു നല്ല കുടുംബം എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ജോലിക്ക് പോകുന്നു, ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നു, പരസ്പരം ഇടയ്ക്കിടയ്ക്ക് പാർക്കിലൊക്കെ ഒന്ന് പോകുന്നു, ഒന്ന് ഊഞ്ഞാലാടുന്നു, പുറത്ത് പോകുന്നു, ഒരു ഐസ്ക്രീം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജ്യൂസ് കഴിക്കുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് സിനിമ കാണാൻ പോകുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റിയല്ല. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു കുടുംബജീവിതം നന്നാകുന്നത്. അതുകൊണ്ട് ഭാര്യമാരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം, ഭർത്താക്കന്മാരെ സ്നേഹിക്കണം. അത് പോട്ടെ, മദ്യപാനം വേണം. ഇനി അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. എന്താണെന്നറിയോ?